മൈമെക് ടൂൾ ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ വണ്ടി പുതുപുത്തനായിട്ട് എങ്ങനെ നിലനിർത്താമെന്നാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ചില മാർഗ്ഗങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വാഷ് ചെയ്യുക എന്നതാണ് വണ്ടി പുത്തനായിട്ട് നിലനിർത്താനുള്ള ഏക മാർഗ്ഗം. തെറ്റായ രീതിയിൽ നമ്മൾ വാഷ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് സ്ക്രാച്ചും കളർ ഫെയ്ഡൊക്കെ ആകുന്നത്. അത് എങ്ങനെ ശരിയായ രീതിയിൽ വാഷ് ചെയ്യാമെന്ന് ആണ് ഞാനിന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ബാക്കിയെല്ലാം നിറച്ച് ചെളിയുണ്ട്. ഇപ്പോൾ മഴക്കാലമായി കഴിയുമ്പോൾ എല്ലാവരുടെയും വണ്ടി ഇങ്ങനെ ഇരിക്കും. വാഷ് ചെയ്ത് കഴിയുമ്പം ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലെല്ലാം നരച്ച് ഒരു ഷെയ്ഡ് വരും. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു നരച്ച് ഒരു വൈറ്റ് ഷെയ്ഡുള്ള കളർ വരും കുറേ കഴിയുമ്പം. അപ്പോൾ അത് വരാതിരിക്കും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ഉള്ള ഇത്. നിങ്ങൾക്ക് ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു ബക്കറ്റ്, ഒരു തുണി വേണം. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഷാമ്പു ആണ്. അതായത് നമുക്ക് കാർ വാഷും നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ കുപ്പി ഡീസൽ. പിന്നെ നമുക്ക് വേണ്ടത് എൻജിൻ ഓയിൽ. അതായത് നമ്മൾ പഴയ വണ്ടിയുടെയൊക്കെ ചേഞ്ച് ചെയ്ത എൻജിൻ ഓയിൽ. കുറച്ച് ബ്ലാക്ക് കളറായിരിക്കും. ഇത് സാധാ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു കുപ്പിയാണ്. ഇതിനകത്തൊന്നുമില്ല, കാലിയാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്പ്രേ ഉള്ള കുപ്പി മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പഴയ ബ്രഷ്. ഇത്രയും സാധനമാണ് നമുക്ക് ഇവിടെ വാഷ് ചെയ്യാൻ നമുക്ക് ആവശ്യം. പിന്നെ നിങ്ങൾക്ക് പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ പ്രഷർ പമ്പ്, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രഷർ പമ്പ് ഇല്ലാതെ തന്നെ വാഷ് ചെയ്യാം, പൈപ്പ് വെച്ചിട്ട്. പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് വാഷ് ചെയ്യാൻ വേണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ സ്പ്രേയുടെ കുപ്പിക്കകത്ത്, ഇങ്ങനത്തെ സ്പ്രേയുടെ കുപ്പിക്കുള്ളിലേക്ക് നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചായിരുന്നു. നിറച്ചും നമ്മൾ എടുക്കുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മളിത് നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മുടെ ഓയിലുള്ള അടിഭാഗം ഉള്ളിൽ ഫുള്ള് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഒഴികെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഡീസൽ വെച്ചിട്ട് സ്പ്രേ ചെയ്തു. ഒരു 10-15 മിനിറ്റ് വരെ നമ്മൾ ഇതിങ്ങനെ വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ ആദ്യം ഒന്ന് വാഷ് ചെയ്യണം. ഡീസൽ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്തു. അപ്പം വാഷ് ചെയ്തതിന് ശേഷം ആണ് ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് എല്ലാം പോയി, വണ്ടിയിലിരിക്കുന്ന മണ്ണും ചെളിയെല്ലാം പോയി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മൾ ബക്കറ്റ് എടുത്തു, അതിൻ്റെ തുണിയുണ്ട്, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഷാമ്പു നമ്മൾ ആദ്യം ഒഴിക്കണം. ഷാമ്പു അത്യാവശ്യം ഒഴിച്ചു. പിന്നെ ഡീസലും കുറച്ച് ഒഴിക്കണം. പിന്നെ അതിനുശേഷം വെച്ചാൽ പഴയ എൻജിൻ ഓയിൽ അതും കുറച്ചങ്ങ് ഒഴിക്കണം. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതായിരിക്കും, ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം മിക്സ് ചെയ്യണം. നമ്മൾ വെള്ളം മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചെയ്യുമ്പോൾ ഇത്രയും വരും. സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വെച്ച് ഇതിൻ്റെ ഭാഗവും നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ വിഭാഗമൊക്കെ നമുക്ക് ശരിക്കും വാഷ് ചെയ്തെടുക്കാം. അത് നമുക്ക് തുണി അങ്ങനെ എത്താത്ത സ്ഥലത്തൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം.
പ്രഷർ പമ്പ് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. വാഷിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് തുടച്ചെടുക്കാം. തുടച്ച് കഴിഞ്ഞ വണ്ടി ഇപ്പം നമ്മൾ കാണിച്ചു തരാമെന്നുണ്ടോ, ഈ ടാങ്കിലൊന്നും ഒരു ചെറിയ കുത്തുപോലും വരത്തില്ല. അപ്പോൾ ചെറിയ ടാറൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഒന്ന് നോക്കിയോ. നമ്മൾ എൻജിൻ ഓയിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ഗ്ലേസിങ് വരും. നമ്മൾ സാധാരണ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു നരച്ച കളറായിരിക്കും സോപ്പിട്ട് വാഷ് ചെയ്താൽ. അല്ലെങ്കിൽ നമ്മൾ ഷാമ്പു മാത്രമായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പിക്കെല്ലാം നമുക്ക് ഒരു ഗ്ലേസിങ് ഉണ്ടാവില്ല, ഒരു നരച്ച ലുക്കായിരിക്കും. നല്ലൊരു ഗ്ലേസിങ് വരും വണ്ടിക്ക്. അതുമല്ല വെള്ളമൊന്നും പിടിച്ചിരിക്കത്തില്ല. വെള്ളം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നല്ലാതെ വെള്ളം ഇതേ പിടിക്കത്തില്ല. സെറാമിക് കോട്ടിങ് എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ ഉണ്ടാവും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് മുകളിലുള്ള ഈ ചെറിയ കറുത്ത കുത്തുകളെല്ലാം പോയി. അപ്പോൾ ചെറിയ പാടുകളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാറും നമുക്ക് ഇതുപോലെ തന്നെ വാഷ് ചെയ്യാം. അപ്പോൾ കാറിൻ്റെ ഈ ഫൈബർ പാർട്സുകളെല്ലാം ബ്ലാക്ക് കളറുള്ളതെല്ലാം നല്ല ക്ലിയർ ആവും. ഈ ആക്റ്റീവയ്ക്കെല്ലാം അതിൻ്റെ ഫൈബർ പാർട്സ് എല്ലാം നരച്ച് ചാര കളർ പോലെ ആകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഈ ഓയിൽ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നമെല്ലാം അവിടെ സോൾവായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലെ വണ്ടികളെല്ലാം അങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ വൈസറിലൊക്കെ ശരിക്കും ബ്ലാക്ക് കുത്തു ഇങ്ങനെ നിൽക്കും. നമ്മളല്ലാതെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിലൊക്കെ ചെറിയ കുത്തുകളുണ്ടാവും. അപ്പോൾ ഇത് നോക്കി നല്ല ക്ലീൻ ആയിട്ടല്ലേ, ഒരുപാട് പോലും ഉണ്ടാവില്ല ഹെഡ്ലൈറ്റിൽ. അതുപോലെ നമ്പർ പ്ലേറ്റിലൊക്കെ ഫുള്ള് കറുത്ത കുത്തായിരിക്കും, ടാറൊക്കെ തെറിച്ചിട്ട്. അപ്പോൾ എനിക്ക് നമ്പർ പ്ലേറ്റിൽ നിന്ന് ഒറ്റ ടാറ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വണ്ടിയും നിങ്ങൾക്ക് വൃത്തിയാക്കി എടുക്കാം. ഇതൊക്കെ ടാങ്കിലൊക്കെ ഒരൊറ്റ കുത്ത് പോലും ഇല്ലാതെയാണ് ടാങ്കിലിരിക്കുന്നത്, ഒരു പാട് പോലും ഉണ്ടാവില്ല. അപ്പം നിങ്ങളും നിങ്ങളുടെ വണ്ടി ഇതേപോലെ സൂക്ഷിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.